ഗൈസ് കാലയില് ரொம்ப അഴകാன മാമ്പഴം സാപ്പിട്ട് സ്റ്റാർട്ട് പണില്ലാമ ഇപ്പിച്ച് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നല്ല മധുരമൂറുന്ന മാമ്പഴങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒന്നും രണ്ടും മൂന്നെണ്ണം കൊണ്ടുവന്നിട്ടുള്ളൂ. അതിലൊന്ന് ഇപ്പിച്ച് തിന്നിക്കണേ. ബാക്കി ഒന്ന് കിട്ടും നമ്മൾ തിന്നിട്ടില്ലെങ്കിൽ പിന്നെ കിട്ടൂല എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ കൊണ്ടുവന്നതായിരുന്നു ഈ കാണുന്ന ചക്ക മുഴുവനും. ചക്ക തിന്നാൻ കൊതിയാവേണ്ടെന്ന് പറഞ്ഞത് മാത്രമേ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കാണുന്നത് 6 തരം ചക്ക എടുത്തുകൊണ്ട് വരുന്ന ഇപ്പച്ചീനെയായിരുന്നു. അതിൽ തന്നെ ഒന്ന് പച്ചയായിരുന്നു. അത് നമുക്ക് കൂട്ടാനോ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും വെക്കാന്ന് വിചാരിച്ചു. ബാക്കിയുള്ള 5 നല്ല പഴുത്തതായിരുന്നു. 5 തരത്തിലുള്ളതായതുകൊണ്ട് 5 ഡിഫറെന്റ് ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ പിന്നെ കഴിച്ചാലും നമുക്ക് അങ്ങനെ വലിയ മടുപ്പൊന്നും വരില്ല. അപ്പൊ എല്ലാം കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനും ഒരു പീസ് എടുക്കുക. ബാക്കി നമുക്ക് അയൽവാസികൾക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കും ചെയ്യാം. അതിന്റെ ഇടയിൽ കൂടെ എനിക്കുള്ള വിളിയാണ് വരുന്നത്. അപ്പോഴേ എനിക്ക് തോന്നി എനിക്കിട്ട് എന്തോ പണിയാണ് തരാൻ പോണെന്ന്. ചക്കമ്മ മല്ലിക്കെട്ടിയിട്ട് സമയം 2:30 ആയത് ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. ചോറുണ്ടാക്കാൻ മറന്നുപോയി. എങ്ങനെയുണ്ട് നോക്കി. അപ്പൊ ഞാൻ വേഗം പോയിട്ട് തട്ടിക്കൂട്ടി കുറച്ച് മീനും പൊരിച്ചു, മീൻകറി ഉണ്ടാക്കി, ചോറുണ്ടാക്കി 3-3:30 മണിയായിട്ടാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്.